തിരുവനന്തപുരം കുന്നത്തുകാൽ ത്രേസ്യാപുരം സ്വദേശി ശാഖാകുമാരിയെ ഭർത്താവ് വൈദ്യുതാഘാതമേൽപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് ആരംഭിച്ചു. നെയ്യാറ്റിങ്കര അഡീഷണൽ ജില്ലാ കോടതിയിലാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്. 2020 ഡിസംബർ 25-നാണ് ശാഖാകുമാരി കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം പുല്ലന്തേരിയിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലിടിച്ച് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. കാർ ഡ്രൈവർ കുടയാൾ സ്വദേശി രാഹുലിനെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ മറ്റം കരിസ്മ പാലസ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന മലയാള മഹോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചെങ്ങന്നൂർ ദേശീയ സരസ് മേളയിൽ മക്കളെ നിങ്ങൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കരുതേ എന്ന പ്ലക്കാർഡുകളുമായി പത്തനംതിട്ട ഗാന്ധിഭവൻ അന്തേവാസി 96 വയസ്സുകാരി ജാനകിയമ്മ ഉൾപ്പെടെ 22 അച്ഛനമ്മമാരാണ് മന്ത്രി സജി ചെറിയാൻ സമ്മാനിച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ് സരസ് മേളയ്ക്കെത്തിയത്. തിരുവനന്തപുരം പാങ്കോട്ടുകോണം നെല്ലിക്കുന്നിൽ റബ്ബർ പുരയിടത്തിൽ തീപിടിച്ചു. നെല്ലിക്കുന്ന് സ്വദേശി ഗിരീഷിന്റെ പുരയിടത്തിലാണ് തീപിടിച്ചത്. 10 സെന്റ് സ്ഥലത്തെ റബ്ബർ മരങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. മലപ്പുറം വളാഞ്ചേരിയിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് വേണ്ടി മുക്കില പീടിക നാട്ടുകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സാന്ത്വന വിരുന്ന് സംഘടിപ്പിച്ചു. ആബിത്തങ്ങൾ MLA, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ സാന്ത്വന വിരുന്നിൽ പങ്കെടുത്തു. മാറുന്ന കാർഷിക മേഖലയും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ ആലപ്പുഴയിൽ ശില്പശാല നടത്തി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശില്പശാല കുഫോസ് വൈസ് ചാൻസലർ ഡോക്ടർ ടി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിലെ ആരാധനാലയങ്ങളിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിലായി. കർണാടക ഉഡിനേബള്ളിയിലെ റഫീഖ് എന്ന മുഹമ്മദ് റഫീഖിനെയാണ് കാസർഗോഡ് ബദിയടുക്ക പോലീസ് അറസ്റ്റ് ചെയ്തത്. നീർച്ചാൽ മാന്യ അയ്യപ്പ ക്ഷേത്രത്തിലെ കവർച്ചാ കേസിലാണ് അറസ്റ്റ്. തൃശൂർ ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. അളഗപ്പനഗർ വെണ്ടോർ സ്വദേശികളായ വികാസ്, രാഹുൽ എന്നിവർക്കാണ് പരിക്ക്.